അപ്പോൾ ഇതാ രാത്രി വൈകി ഞാനിരുന്ന് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൂട്ടിരിക്കണ എൻ്റെ ചേച്ചിയുടെ പിള്ളേരാണ്. അവർ പാട്ടൊക്കെ പാടി വർത്താനമൊക്കെ പറഞ്ഞിരിക്കും കേട്ടോ അവിടെ. ഇപ്പോൾ രസമാണ്. ഇതിപ്പോൾ വെക്കേഷൻ തീരുന്നതിന് മുമ്പ് ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. ഞാനിപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കണ എൻ്റെ തന്നെ ഒരു ടോപ്പാണ്. അപ്പോൾ അത് ഞാൻ രാത്രി ആയപ്പോഴത്തേക്കിനും ഇതും കൂടി തയ്ച്ചതിന് ശേഷം ഇന്ന് ഇറങ്ങി പോകാമെന്നൊക്കെ ഓർത്തിട്ട് വേഗം ഇരുന്ന് തയ്ക്കുകയാണ് കേട്ടോ. ഇതിന് മുമ്പ് തീർത്ത് വെച്ച വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് ഫിനിഷ് ചെയ്യാനൊക്കെ ഉണ്ടെന്ന്. ചെറിയ ചെറിയ വർക്കുകൾ ബാക്കിയുണ്ട്. ഇവർ കൂട്ടുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് രാത്രിയായിട്ടൊക്കെ ഇരുന്ന് തയ്ക്കും കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല. അവരോട് ഇരുന്ന് രസമായിട്ട് കളിക്കുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യും. നമുക്ക് ബോറടിക്കുകയൊന്നുമില്ല കേട്ടോ. അയ്യോ ഇത് തീരണില്ലല്ലോ എന്നുള്ള തോന്നലൊന്നും ഉണ്ടാവില്ല. വെക്കേഷൻ ഫുൾ എനിക്ക് അവരാണ് കേട്ടോ കൂട്ട്. അവരിങ്ങനെ രാത്രി ആയാലും വന്നിരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത് തീർത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് അവർ പാട്ട് പാടുകയും ഇതിൻ്റെ ഇടയ്ക്ക് വ്ളോഗൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു കുഞ്ഞു പീസിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ, എങ്ങനെയുണ്ടെന്നൊക്കെ പറയണേ. മിഥുൻ ബ്രോന്റെ കൈകൊട്ടിക്കളിയാണ്. എല്ലാവരും മറക്കാതെ ഈ വീഡിയോ കാണണം കേട്ടോ. മിഥുൻ ബ്രോ തുള്ളുവാണ് കേട്ടോ. ഭക്തിമാർഗത്തിലേക്ക് പോവുകയാണ് മിഥുൻ ബ്രോ. മിഥുൻ ബ്രോ സീനായി കേട്ടോ. അപ്പോൾ എൻ്റെ പിള്ളേരുടെ വ്ളോഗിങ് പരിപാടിയൊക്കെയാണ് കേട്ടോ. അത് ചുമ്മാ അതിങ്ങളിങ്ങനെ എടുത്ത് വെക്കണതാണ് കേട്ടോ. ഞാൻ ചുമ്മാ രസത്തിന് അത് ഫോണിൽ തന്നെ കിടപ്പുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചുമ്മാ എടുത്തിട്ടതാണ്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ആദ്യത്തെ ടോപ്പ്. മെറ്റീരിയൽ ഫുൾ ജോർജറ്റായിരുന്നു. ഈ മെറ്റീരിയൽ ഇതിന് ഷോളും ഉണ്ടായിരുന്നു കേട്ടോ. ഷോളിൽ നമ്മൾ സൈഡിൽ മറ്റേ ഇതൊക്കെ വെച്ചിട്ട് ലേസൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ആലിയക്കെട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ വന്നിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നേ. ഇതും അതുപോലെ തന്നെ ജോർജറ്റ് മെറ്റീരിയലാണ്. നമ്മൾ നെക്ക് വെച്ചേക്കുന്നത് ഇങ്ങനെ സ്കാലപ്പ് നെക്കാണ് വെച്ചേക്കുന്നത്. ഇതിന് കുഞ്ഞ് കൈയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് ഇട്ടപ്പോഴും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ജോർജറ്റ് നമ്മുടെ ഞാവൽപ്പഴത്തിന് നിറയില്ലേ, ആ നിറത്തിലുള്ളൊരു ജോർജറ്റും കൂടി ഉണ്ടായിരുന്നു. അത് നമ്മളിതാ ഫുൾ സ്ലീവ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ട്. അതിനെയൊക്കെ കുറച്ച് അത്യാവശ്യം നല്ല വൈഡൊക്കെ ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് രാത്രി തന്നെ അവർ വന്ന് കൊണ്ടുപോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണേ.